ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് സാറ്റിൻ കവർ ചെയ്ത വീതി കുറഞ്ഞ ബോ എടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. ചെറുതും എടുക്കുന്നുണ്ട്, വലിയ സൈസിലും എടുക്കുന്നുണ്ട്. പിന്നെ 2-3 ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മെറ്റൽ വയറാണ്. ഞാനിപ്പം കാണിച്ച പോലെ ഗോൾഡൻ കളറിലെ വയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ബോ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ബോ ചെയ്ത് തുടങ്ങാം. ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ടല്ലോ, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്, അത് നമുക്ക് ആദ്യം നമ്മുടെ മെറ്റൽ വയർ കൊണ്ട് ഒന്ന് കോർത്തെടുക്കാം കേട്ടോ. മെറ്റൽ വയർ കുറച്ച് അധികമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള വലിയ സൈസിലുള്ള ഫ്ലവറാണ്. അതിനുള്ളിലേക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ഹോള് കാണും. അതിനുള്ളിലേക്ക് കടത്തി നമ്മൾ ടൈറ്റ് ചെയ്തൊരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ പിരിച്ച് കെട്ടി കൊടുക്കുന്നത് പിരിച്ച് മെറ്റൽ വയറിൽ നമുക്ക് പിരിച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. അതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് പിരിച്ചു കൊടുക്കുക. ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് അടുത്ത ചെറിയ സൈസിലുള്ള ഫ്ലവർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ അടുത്ത ഇനിയൊരു ബ്രാഞ്ചായിട്ട് പിരിച്ചെടുക്കണം. കണ്ടോ, നമ്മൾ അടുത്ത ഫ്ലവർ ഇടുമ്പോഴത്തേക്ക് മെറ്റൽ വയർ കുറച്ചൊന്നാണ് മുകളിലേക്ക് ഉയർത്തി വേണം നമ്മളത് പിരിച്ച് വേണം താഴേക്ക് പിരിച്ച് കൊണ്ടുവരാൻ. അപ്പോൾ അത് മറ്റൊരു ബ്രാഞ്ചായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇഴയായിട്ട് പിരിച്ച് ആണ് എടുക്കാനുള്ളത്. ബ്രാഞ്ചായിട്ട് ഇങ്ങനെ പിരിച്ച് എടുക്കണം. ഇനിയൊരു ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നമുക്കിത് ഫ്ലവേഴ്സും നമ്മളെ ബീഡും എല്ലാം കൂടി ഇങ്ങനെ പിരിച്ച് നമുക്കൊരു ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഒരു കൂട്ടായിട്ട് ഇങ്ങനെ നമുക്ക് പിരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫുള്ളായിട്ടല്ല കേട്ടോ. ഞാൻ ആ ബോയുടെ ഒരു സൈഡിലായിട്ട്, അതായത് സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറി സൈഡിലായിട്ട് അത് ഫിറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നൊരു പാർട്ടുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്നും കൂടി ചെയ്ത് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ ബോയിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് കാണിച്ചിട്ടും കണ്ടോ. ഇതുപോലെ ഞാൻ ഒരു സൈഡ് ചെയ്തെടുത്തേ. ഇതേപോലെ സെയിം മറ്റൊരു സൈഡും കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ച് നമുക്കത് ഫിറ്റ് ചെയ്തെടുക്കാം. ഫിറ്റ് ചെയ്ത് പശയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം നമ്മൾ വയർ കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അധികം ഉള്ള വയർ നമ്മൾ പിരിച്ച് വെക്കണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. അത് ബാക്കി അധികമുള്ള നമ്മളൊന്ന് പിരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ ബോയിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക, ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു മെറ്റൽ കഷ്ണം എടുത്തുകയാണ്, അതായത് നമ്മുടെ ഉപയോഗിച്ച വയർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് എത്ര വേണം നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ കമ്പികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ നമ്മൾ പിരിച്ച് വെച്ച ബ്രാഞ്ചസ് ഇല്ലേ, അതിന് ഇടയിൽ കൂടി ഇങ്ങനെ ഒന്ന് ഈ മെറ്റൽ വയറൊന്ന് കടത്തിവിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇത് തിന്നായിട്ടുള്ള വയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ എൻഡ് നമ്മുടെ തലയിലും മുടിയിലൊന്നും കോർക്കാത്ത രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പുറത്തൊരു പോർഷനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ച് നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് എടുക്കാം. ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയൊരു വർക്കും കൂടിയുണ്ട് കേട്ടോ. നമ്മൾ വെച്ചതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വയലറ്റ് ഷെയ്ഡും പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഏത് കളർ വേണോ എടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കുറച്ചിങ്ങനെ പിരിച്ചെടുത്തിട്ട് നമുക്കത് ആ സെൻറ്ററിലേക്ക് ആ ഗ്യാപ്പിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോഴത്തേക്ക് ആ ഗ്യാപ്പും ഫില്ലാകും, കുറച്ചുകൂടെ ഭംഗിയും കിട്ടും. ഇതേപോലെ പിരിച്ച് നമുക്കെടുക്കാം. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞേക്കണേ. അപ്പോൾ അതനുസരിച്ച് എനിക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും.
അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ വെക്കാനുള്ള പോർഷനും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കിതാ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു.